ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ദൈവം നമ്മെ ഭരമേൽപ്പിച്ച ഒരു ദൗത്യം ചെയ്ത് പൂർത്തീകരിക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. പ്രതിബന്ധങ്ങളും തടസ്സങ്ങളുമൊക്കെ അതിൻ്റെ അകത്തുണ്ടാകും. ആ തടസ്സങ്ങളെ കണ്ട് ചുവടുകൾ പിറകിലോട്ട് വെച്ച് മാറി നിൽക്കാനല്ല, ദൈവത്തിൽ ആശ്രയിച്ച് ദൈവവചനത്തിൽ നിന്ന് പാഠങ്ങൾ മനസ്സിലാക്കി ദൈവം തരുന്ന ആലോചനയ്ക്കനുസരിച്ച് നമ്മൾ മുൻപോട്ട് പോയാൽ ആ തടസ്സങ്ങളെ അതിജീവിക്കുവാൻ ദൈവം നമുക്ക് കൃപ നൽകും. ദൈവം ഏൽപ്പിച്ച ആ ദൗത്യം പൂർത്തീകരിക്കുവാനായിട്ട് നമുക്ക് കഴിയും. എങ്ങനെയാണ് ഇത്തരത്തിലുള്ള പ്രതിബന്ധങ്ങളെ വിജയകരമായി നമുക്ക് തരണം ചെയ്യുവാനായിട്ട് കഴിയുന്നത്? അതിന് സഹായകമായ ചില കാര്യങ്ങൾ ഇന്ന് നമ്മൾ ദൈവവചനത്തിൽ നിന്ന് ചിന്തിക്കുവാനായിട്ട് പോവുകയാണ്. ചിലർ ചിന്തിക്കും, ദൈവഹിതം അനുസരിച്ചാണല്ലോ ഞാൻ ചുവടുകൾ വെച്ചത്, ദൈവാശ്രയത്തോടുകൂടെയാണ് ഞാൻ ചുവടുകൾ വെച്ചത്, പക്ഷേ ഇത്ര വലിയ പ്രശ്നം എൻ്റെ ജീവിതത്തിന് നേരെ വരുവാൻ തക്കവണ്ണം എന്താണ് കാരണം? നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, ദൈവത്തിൽ ആശ്രയിച്ച് നമ്മൾ ചെയ്യുന്ന ആത്മീക കാര്യങ്ങൾ, അത് നമ്മുടെ വ്യക്തിപരമായ ആത്മീയ ജീവിതത്തിൻ്റെ മുന്നേറ്റമാകട്ടെ, ദൈവം ഏൽപ്പിച്ച ദൗത്യമാകട്ടെ, എന്തുമാകട്ടെ, അത് നമ്മൾ ചെയ്യുമ്പോൾ തടസ്സങ്ങൾ സ്വാഭാവികമാണ്. വേദപുസ്തകം വളരെ വ്യക്തമായി ഈ കാര്യം പറയുന്നുണ്ട്. പക്ഷേ അതിൻ്റെ പിന്നിലെ കാരണത്തെ നമ്മൾ കണ്ടെത്തുക എന്നുള്ളതാണ്. നെഹമ്യാവിൻ്റെ പുസ്തകത്തിൽ ഒരു വാക്യം ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്: യെരുശലേമിൻ്റെ മതിലിൻ്റെ ഇടിവുകൾ നികന്നു വരുന്നു എന്ന് കണ്ടപ്പോൾ, അറ്റകുറ്റം തീർന്നു എന്ന് കണ്ടപ്പോൾ, സൻബല്ലത്തും തോബിയാവും യുദ്ധം ചെയ്യേണ്ടതിനും ഞങ്ങളുടെ ഇടയിൽ കലക്കം വരുത്തേണ്ടതിനും ഒരുമിച്ച് കൂടി ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായ യഹോവയോട് പ്രാർത്ഥിച്ചു, മതിലിന്മേൽ കാവൽക്കാരെ ആക്കി. അപ്പോൾ ഈ ഒരു വാക്യത്തെ അടിസ്ഥാനപ്പെടുത്തി നമ്മൾ അല്പസമയങ്ങൾ തിരുവചനത്തിൽ നിന്ന് ചിന്തിക്കുവാനായിട്ട് പോവുകയാണ്. കുറച്ച് നാളുകൾക്ക് മുമ്പ് ആത്മീക കുടുംബങ്ങളെ തകർക്കുന്ന പ്രതിസന്ധികൾ, എന്ത് കാരണം കൊണ്ടാണ് പ്രതിസന്ധികൾ വരുന്നതെന്നൊരു മെസ്സേജ് 2-3 എപ്പിസോഡുകളായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നിങ്ങളിൽ പലരും കേട്ടിട്ടുണ്ടായിരിക്കും. കേട്ടിട്ടില്ലെങ്കിൽ നിങ്ങളതൊന്ന് കേൾക്കുന്നത് സഹായകമായിരിക്കും. അപ്പം അന്ന് ഞാൻ പറഞ്ഞിരുന്നു, ആത്മീക കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധാലുക്കളാകുമ്പോൾ, ആത്മീകമായി മുന്നേറാൻ ആഗ്രഹിക്കുമ്പോൾ, ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ നമ്മൾ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ, ദൈവവചനം അനുസരിച്ച് ദൈവഹിതപ്രകാരം നമ്മൾ ചുവടുകൾ വെക്കുമ്പോൾ ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടാകും. പക്ഷെ വളരെ ഗൗരവമായി നമ്മൾ ഇതിനെ മനസ്സിലാക്കി ഈ ഒരു കാര്യത്തെ കണ്ട് തിരിച്ചറിഞ്ഞ് ദൈവത്തിൽ ആശ്രയിച്ച് നമ്മൾ മുൻപോട്ട് പോയില്ലെങ്കിൽ നമ്മൾക്ക് മുറിവേൽക്കപ്പെടുവാൻ സാധ്യതകളുണ്ട്, നഷ്ടങ്ങൾ സംഭവിക്കുവാൻ സാധ്യതകളുണ്ട്. ഇവിടെ 2 കാര്യങ്ങളാണ് നമ്മൾ ഈ പറഞ്ഞ വാക്യത്തിൽ നമ്മൾ കാണുന്നത്. ഒന്ന്, യെരുശലേമിൻ്റെ നേരെ യുദ്ധം ചെയ്യുക. 2, കലക്കം വരുത്തുക. ഇത് അന്നും ഇന്നും വളരെ ശക്തമായി ഈ ലോകത്തിൻ്റെ ശക്തികൾ ഒരു ദൈവ പൈതലിന് നേരെ, ദൈവരാജ്യത്തിന് നേരെ ഫലപ്രദമായി ഉപയോഗിക്കുന്നവയാണ്. ഈ നെഹമ്യാവിൻ്റെ പുസ്തകത്തിൽ യെരുശലേമിൻ്റെ മതിലുകളുടെ അറ്റകുറ്റപ്പണി തീർക്കുവാനായി ദൈവത്തിൽ നിന്ന് ആലോചന പ്രാപിച്ച് ഇറങ്ങി പുറപ്പെട്ടൊരു ദൈവമനുഷ്യനാണ് നെഹമ്യാവ് എന്ന് പറയുന്ന വ്യക്തി. നെഹമ്യാവ് മതിൽ പണിത കാര്യത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിട്ടും ചിന്തിച്ചിട്ടും നമുക്കെന്ത് കിട്ടാനാണ്? അത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നടന്നൊരു ചരിത്രമാണ്. പക്ഷേ ഞാൻ ഇതിനെ ഒരു ആത്മീക തലത്തിലേക്ക് ഞാൻ ഇതിനെ കൊണ്ടുവരുമ്പോൾ, മതിലെന്ന് പറയുന്നത് എന്താണ് സത്യത്തിൽ? അന്ന് നെഹമ്യാവ് മതിൽ പണിതു. ഇന്ന് നമ്മൾ മതിൽ പണിയുന്ന കാര്യത്തെക്കുറിച്ചല്ല ചിന്തിക്കുന്നത്. യഥാർത്ഥമായി മതിലെന്ന് പറഞ്ഞാൽ, വിലാപങ്ങളുടെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, സിയോൻ പുത്രിയുടെ മതിലെ രാവും പകലും ഓലോല കണ്ണുനീരൊഴുക്കുക, നിന്റെ കൺമണിക്ക് വിശ്രമം കൊടുക്കരുത്, യെരുശലേമിനെ യഥാസ്ഥാനത്താക്കുവോളം. അപ്പൊ ശരിക്കും ആ ഒരു വിലാപങ്ങളുടെ പുസ്തകത്തിന്റെ പശ്ചാത്തലത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, എല്ലാം നഷ്ടപ്പെട്ട്
പട്ടിണിയോടുകൂടി കുഞ്ഞുങ്ങൾ കിടക്കുന്നു. ശത്രുക്കൾ സകലതും കവർന്നുകൊണ്ടുപോയി, സകലതും തകർന്നു കിടക്കുന്ന ഒരവസ്ഥയിൽ മതിൽ കണ്ണുനീരൊഴുക്കണമെന്നാണ്. മതിലെന്ന് പറയുന്നത് ഇടിവിൽ നിൽക്കുന്നവരും പ്രാർത്ഥിക്കുന്നവരും ആത്മീക നേതൃത്വത്തിലേക്ക് ദൈവം വിളിച്ചിറക്കിയവരും ആത്മീക ജീവിതത്തിനായി ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവരുമാണ്. അവരാണ് മതിൽ. ആ മതില് കണ്ണുനീരൊഴുക്കണം. അടുത്തത്, ഞാൻ ദേശത്തെ നശിപ്പിക്കാതെ വണ്ണം അതിന് മതിൽ കെട്ടി ഇടിവിൽ നിൽക്കേണ്ടതിന് ഞാനൊരു പുരുഷനെ അന്വേഷിച്ചു, ഞാൻ ആരെയും കണ്ടില്ല. ആകയാൽ ഞാൻ എൻ്റെ ക്രോധം അതിൻ്റെ മേൽ പകരും. ഇങ്ങനെ പ്രവാചക പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം ശരിക്കും പറഞ്ഞാൽ മതിലെന്ന് പറയുന്നത് പ്രാർത്ഥിക്കുന്നവരാണ്, ഇടിവിൽ നിൽക്കുന്നവരാണ്. അതെ, ദൈവത്തിനും മനുഷ്യനും ഇടയിൽ പ്രതിനിധികളായി നിന്നുകൊണ്ട്, മനുഷ്യന്റെ പ്രതിനിധികളായി നിന്നുകൊണ്ട് ദേശത്തിന് വേണ്ടി കരയുവാൻ, നഷ്ടപ്പെട്ടു പോകുന്ന ആത്മാക്കൾക്ക് വേണ്ടി കരയുവാൻ വിളിക്കപ്പെട്ടവരാണ്. അപ്പൊ നമുക്ക് അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളവർ നേരിടേണ്ടി വരുന്ന പ്രതിസന്ധികൾ എന്തൊക്കെയാണ്, അതിനെ എങ്ങനെയാണ് നമുക്ക് തരണം ചെയ്യാൻ പറ്റുന്നത്, ഈ കാര്യങ്ങൾ വളരെ വേഗത്തിൽ നമുക്ക് ചിന്തിക്കാം. കുറേ മാസങ്ങൾക്ക് മുമ്പ് ആത്മഭാരം ദൈവഹിതത്തിലേക്ക് എത്തിക്കുമെന്ന് പറഞ്ഞ ഒരു തലക്കെട്ടിൽ ഒരു മെസ്സേജ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കേട്ടിട്ടില്ലാത്തവർ ഉണ്ടെങ്കിൽ ഞാനത് കമൻറ്റ് ബോക്സിൽ ഞാനത് കൊടുക്കാം, അതിൻ്റെ ലിങ്ക് കൊടുക്കാം. അപ്പം അന്ന് ഞാൻ പറഞ്ഞിരുന്നു, എങ്ങനെയാണ് ഒരു വ്യക്തി ദൈവഹിതം തിരിച്ചറിയുന്നത്, ദൈവേഷ്ടം തിരിച്ചറിയുന്നത്, ദൈവത്താൽ ഉപയോഗിക്കപ്പെടുന്നത്. അന്ന് ഞാൻ ആ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. ശരിക്കും കുറേ ദിവസങ്ങൾ ഈ ഒരു ദൈവമനുഷ്യൻ ഒറ്റയ്ക്കിരുന്ന് ഉപവസിച്ച് പ്രാർത്ഥിച്ച് അർത്ഥകശ്രേഷ്ഠ രാജാവിൻ്റെ കൈകളിൽ നിന്ന് പെർമിഷൻ വാങ്ങിയിട്ടാണ് അദ്ദേഹം ഈ ഒരു മതിൽ പണിക്കായിട്ട് അദ്ദേഹം പോകുന്നത്. പക്ഷെ അദ്ദേഹത്തിന് ഒരു ദൈവ നിയോഗമുണ്ടായിരുന്നിട്ടും, ദൈവഹിതത്തിനനുസരിച്ചാണ് അദ്ദേഹം അവിടെ പോയി ആ കാര്യങ്ങൾ ചെയ്തിട്ടും അദ്ദേഹത്തിന് വലിയ പ്രതിസന്ധികൾ ഉണ്ടായി എന്നുള്ളതാണ് വചനം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. 3-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, 3-ാം അധ്യായം മതിലിൻ്റെ ഇടിവുകൾ നികത്തുന്നതിനെ കുറിച്ചാണ്. ആ 3-ാം അധ്യായം മുഴുവനും. പക്ഷെ 3-ാം അധ്യായത്തിൻ്റെ എല്ലാ സന്തോഷവും 4-ാം അധ്യായത്തിൽ പോയി. നമ്മുടെ ജീവിതത്തിലും അങ്ങനെയാണ്. നമ്മളെല്ലാം സന്തോഷമെന്ന് ധരിച്ചിരിക്കുമ്പോഴാകാം നമ്മുടെ സന്തോഷത്തെ കെടുത്തുന്ന ചില വിഷയങ്ങൾ പെട്ടെന്ന് കാറ്റടിച്ചു വരുന്നത് പോലെ, തിരമാലകൾ വരുന്നത് പോലെ നമ്മുടെ ജീവിതത്തിന് നേരെ, ആത്മീക ജീവിതത്തിന് നേരെ, ശുശ്രൂഷകൾക്ക് നേരെയൊക്കെ ഉയർന്നു വരുന്നത്. 3-ാം അധ്യായം സന്തോഷത്തിൻ്റെ അധ്യായമാണ്. 3-ാം അധ്യായം പണിയുടെ കാര്യങ്ങളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷെ 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ മതിൽ പണിയുന്നു എന്ന് സൻബല്ലത്തും തോബിയാവും കേട്ടപ്പോൾ ഞങ്ങളുടെ നേരെ മഹാകോപം ജ്വലിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. കോപം ജ്വലിച്ച ശേഷം അവർ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഒരു കുറുക്കൻ കയറിയാൽ ഇവർ ഈ ചെയ്യുന്ന പണി തകർന്നു പോകും. ഈ ദുർബലന്മാരായ യഹൂദന്മാർ എന്ത് ചെയ്യാനായിട്ട് പോകുന്നു എന്നുള്ള ചില ചോദ്യങ്ങളാണ് അവിടെ കാണുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൽ ആശ്രയിച്ച് നമ്മൾ വലുതെന്ന് കരുതി ചെയ്യുന്ന പല കാര്യങ്ങളും മറ്റുള്ളവരുടെ കൺമുൻപിൽ അത് എന്താ പറയുന്നത്, വിലയില്ലാത്തതാണ്, ഏതുമില്ലാത്തതാണ്. നമ്മൾ സത്യത്തിൽ ഞാൻ പറയട്ടെ, മദ്യപിക്കുന്നില്ല, നമ്മൾ നാടിന് അപമാനം വരുത്തുന്നില്ല, റോഡടച്ച് സമരം ചെയ്യുന്നില്ല, ഹർത്താലുകൾ നടത്തുന്നില്ല. നമ്മൾ ദൈവമേൽപ്പിച്ച ശുശ്രൂഷകൾ ചെയ്ത് പാപത്തിൽ നിന്ന് ദൈവിക ബോധത്തിലേക്ക് ജനത്തെ വരുത്തുമ്പോൾ എത്രയോ ആളുകൾ ഇതിനെ പുച്ഛിക്കുന്നവരുണ്ട്. എത്രയോ ആളുകൾ ഇതിനെ തരംതാണ പ്രവൃത്തിയായി ചിത്രീകരിക്കുന്നവരുണ്ട്. നമ്മൾ ഇന്നത്തെ സമൂഹത്തിലേക്ക് നോക്കിയാൽ എന്താ പറയുന്നത്, നമ്മുടെ മനസാക്ഷി മരവിക്കുന്ന പ്രവൃത്തികൾ ചെയ്യുന്നവരെ പോലും കുറ്റം പറയാതെ ഇരിക്കുമ്പോൾ ദൈവവചനം പ്രസംഗിച്ച് മറ്റാർക്കും ശല്യമില്ലാതെ ദൈവത്തെ വിളിച്ച് ദേശത്തിന്റെ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് രാജ്യത്തിന്റെ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടുപോകുന്ന ദൈവമക്കളെ അവരെ അപമാനിക്കുന്നു, അവരെ നിന്ദിക്കുന്നു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നമുക്കറിയാം എത്രയോ ആളുകളെ, സുവിശേഷകന്മാരെ പീഡിപ്പിക്കുന്നു. ഇങ്ങനെ എത്രയോ കാര്യങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ. അപ്പം ഇതിനെയൊക്കെ
നിസാരമായി ആളുകൾ കണക്കാക്കുമ്പോൾ ആ പ്രവൃത്തികൾ ചെയ്യുന്നത് എന്തിനാണ്? ആ പ്രവൃത്തികളുടെ പിന്നിലെ ഉദ്ദേശം എന്ന് പറയുന്നത് ദൈവത്തിന്റെ പ്രവൃത്തിയെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ളതാണ്. അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ആ ഒരു തന്ത്രങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, യുദ്ധം ചെയ്യുക. രണ്ട്, കലക്കം വരുത്തുക. ഇതെപ്പോഴാണ് ഈ ഒരു കാര്യം സംഭവിച്ചത്? 4-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, യെരുശലേമിലെ മതിലിന്റെ അറ്റകുറ്റം തീർന്നു വരുന്നു, ഇടിവുകൾ അടഞ്ഞു എന്നും കണ്ടപ്പോൾ. അപ്പം ശരിക്കും ചില ദൈവപ്രവർത്തികൾ ആരംഭിക്കുവാൻ തുടങ്ങിയപ്പോഴാണ് കലക്കം വരുത്താനായിട്ട് തുടങ്ങിയത്. നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞതുപോലെ, നമ്മൾ ആത്മീകമായി മുന്നേറാൻ ആഗ്രഹിക്കുമ്പോൾ, ചുവടുകൾ വെക്കാൻ ആഗ്രഹിക്കുമ്പോൾ, ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്ത വലിയ പ്രതിസന്ധികൾ, തടസ്സങ്ങൾ പ്രതീക്ഷിക്കാത്ത ഇടത്തു നിന്ന് വരും. പലരും അത് കണ്ട് മനസ്സ് മടുത്ത് അതങ്ങ് നിർത്തും. ഏറ്റവും വലിയൊരു ഉദാഹരണമായി നമുക്ക് എടുത്തു പറയാൻ പറ്റുന്നത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിനെയാണ്. സത്യത്തിൽ കാൽവറി ക്രൂസിൽ അവിടുന്ന് ചെയ്തെടുത്ത ആ മഹൽ പ്രവൃത്തി, എന്തെല്ലാം തടസ്സങ്ങളിലൂടെയാണ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ആ ക്രൂസിലേക്ക് എത്തിയത്. കൂടെ നിന്നവർ ഇട്ടിട്ട് പോയി. ആഹാരം കഴിച്ചവൻ, കൂടെ നടന്നവൻ ചുംബിച്ച് ഒറ്റിക്കൊടുത്തു. നിന്നോടുകൂടി മരിക്കാനും ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞവൻ അറിയുന്നില്ലെന്ന് പറഞ്ഞ് തള്ളിപ്പറഞ്ഞു. ഏറ്റവും ഒടുവിൽ യേശു തനിച്ചാണ് പിതാവ് തന്നെ ഏൽപ്പിച്ച ആ മഹാദൗത്യം പൂർത്തീകരിച്ചത്. അങ്ങനെയെങ്കിൽ കർത്താവിൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥ ഇങ്ങനെയായിരുന്നെങ്കിൽ, യേശു കർത്താവ് ചെയ്തെടുത്ത ശുശ്രൂഷ ഇങ്ങനെയായിരുന്നെങ്കിൽ, ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, ദൈവഹിതപ്രകാരം നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളിലും തടസ്സങ്ങൾ ഉണ്ടാകും, പ്രതിബന്ധങ്ങൾ ഉണ്ടാകും. പക്ഷേ ഈ പ്രതിബന്ധങ്ങൾ കണ്ട് പിന്മാറിയാൽ നമുക്കൊരിക്കലും ലക്ഷ്യത്തിലെത്താൻ പറ്റില്ല. മനസ്സിലായോ? നിങ്ങളൊന്ന് പ്രാർത്ഥിച്ച് നിങ്ങളൊന്ന് ആത്മീയമായി മുന്നേറാൻ ശ്രമിക്കുക. ഒരിക്കലും ഉണ്ടാകാത്ത പ്രതിസന്ധികൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും. നിങ്ങൾ ചിന്തിക്കുന്നു, ഞാനിങ്ങനെ ദിവസവും ദൈവവചനം പറയുന്നു, അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിസ്സാരമായ കാര്യമല്ല. ഒരുപാട് പ്രശ്നങ്ങൾ പല സമയങ്ങളിലും വരുന്നെങ്കിലും ദൈവം ഏൽപ്പിച്ചൊരു ശുശ്രൂഷ ആയതുകൊണ്ട് സ്വപ്നങ്ങളിലൂടെയും ദർശനങ്ങളിലൂടെയും ആലോചനകളിലൂടെയും ദൈവം ഓരോ കാര്യവും വെളിപ്പെടുത്തി ഇതുവരെയും ദൈവം കൊണ്ടുവന്നു. അപ്പം നമ്മൾ ഈ ഒരു സമയത്ത് ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ എന്താണ്? അപ്പം 2 കാര്യങ്ങളാണ് ശത്രുവിൻ്റെ പദ്ധതികൾ. ഒന്ന്, യുദ്ധം വരുത്തുക. 2, കലക്കം വരുത്തുക. അന്നും ഇന്നും ഈ ലോകത്തിൻ്റെ ശക്തികൾ ഒരു ദൈവ പൈതലിന് നേരെ തൊടുത്തുവിടുന്ന അസ്ത്രങ്ങൾ ഇത് രണ്ടുമാണ്: യുദ്ധം വരുത്തുക, കലക്കമുണ്ടാക്കുക. ഈ ആത്മീക യുദ്ധം എന്ന് പറയുന്നത് ഒരു നിസ്സാരമായ ഒരു കാര്യമല്ല. ഞാൻ പറയാം, ആത്മീക ജീവിതത്തെയും ആരും നിസ്സാരമായി കണക്കാക്കരുത്. ചിലർ ചിന്തിക്കുന്നത് രക്ഷിക്കപ്പെട്ട് ദൈവകൃപയിലേക്ക് വന്നാൽ അവിടെ കൊണ്ട് തീർന്നു. ഈ ദിവസങ്ങളിലൊക്കെ ധാരാളം കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് കൊണ്ടും പലരുടെ പല വിഷയങ്ങളും പ്രാർത്ഥനയിൽ ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുത്തുകയും ഒക്കെ ചെയ്തതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമെന്ന് പറയുന്നത്, നമ്മുടെ ആത്മീക ജീവിതത്തിൽ നമ്മൾ പാലിക്കേണ്ടുന്ന ഗൗരവമുണ്ട്. ദൈവസന്നിധിയിൽ താഴ്മയോടെ, നിഗളിക്കാതെ, പാപം ചെയ്യാതെ, വിശുദ്ധിയോടെ, ദൈവവചനാടിസ്ഥാനത്തിൽ നമ്മൾ ജീവിച്ച് മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ ഇതിനെയൊക്കെ നമുക്ക് തരണം ചെയ്യാൻ പറ്റുള്ളൂ. ചിലർ പറഞ്ഞ്, യേശുവിനെ അറിഞ്ഞാൽ നിനക്കെല്ലാം കിട്ടി, യേശുവിൻ്റെ അരികിലേക്ക് വന്നാൽ നിനക്കെല്ലാം കിട്ടി, എവിടെങ്കിലും പ്രാർത്ഥനയ്ക്ക് പോയാൽ എല്ലാം കിട്ടി. എന്നിട്ട് ലാസ്റ്റിൽ അവർ തന്നെ തിരുത്തി പറയുന്നു. ഞാൻ പറയുന്നത്, യേശുവിൻ്റെ അരികിലേക്ക് വരുന്നത് കൊണ്ട് മാത്രം പോരാ. കർത്താവുമായിട്ടുള്ള ആ കൂട്ടായ്മ ബന്ധം നമ്മൾ നിലനിർത്തി അത്യുന്നതന്റെ മറവിങ്കൽ നമ്മൾ വസിച്ച് മുൻപോട്ട് പോകണം. ഇതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അപ്പം ഞാൻ വളരെ വേഗത്തിൽ മുമ്പോട്ട് പോകുകയാണ്. 1, യുദ്ധം വരുത്തുക. 2, കലക്കം ഉണ്ടാക്കുക. ഈ 2 കാര്യങ്ങളാണ്. പക്ഷെ ഈ ഒരു പ്രതിസന്ധികൾ കണ്ടവർ പിന്മാറുന്നില്ല എന്നുള്ളതാണ്. എങ്ങനെയാണ് അതിനെ തരണം ചെയ്തത്? അതിലേക്ക് നമുക്ക് വേഗം വരാം. 1, 15-ാമത്തെ 9-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ,
9-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, ഞങ്ങൾ ഞങ്ങളുടെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. അപ്പം ഇതിനെ തരണം ചെയ്യുവാനുള്ള ഏറ്റവും പ്രഥമമായ വഴി എന്ന് പറയുന്നത് ആഴമായ ഒരു പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് എത്തുക എന്നുള്ളതാണ് ഒന്നാമത്തേത്. രണ്ടാമത്തേത്, രാവും പകലും ഞങ്ങൾ കാവൽക്കാരെയാക്കി. ഈ കാവൽക്കാരെന്ന് പറയുന്ന ആത്മീയ അർത്ഥത്തിൽ എന്താണ്? പ്രവാചകനായ യെശയ്യാവിന്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു, യെരുശലേമേ യെരുശലേമേ, ഞാൻ നിന്റെ മതിലിന്മേൽ കാവൽക്കാരെയാക്കിയിരിക്കുന്നു. യഹോവയെ ഓർപ്പിക്കുന്നവരെ സ്വസ്ഥമായിരിക്കരുത്. അതേ, ദൈവത്തിന് സ്തോത്രം. എന്താണ് അതിൻ്റെ അർത്ഥം? അതിൻ്റെ അർത്ഥം കാവൽക്കാരെന്ന് പറയുന്നത് ആത്മീക യുദ്ധമുന്നണിയിൽ നിൽക്കുന്ന ഒരു ഭടന്മാരാണ്. അപ്പോസ്തലനായ പൗലോസ് തിമോഥെയോസിനോട് പറയുകയാണ്, നീയും ഒരു നല്ല ഭടനായി എന്നോടുകൂടെ യുദ്ധസേവ ചെയ്യുക. എങ്ങനെയാണ് ആത്മീയ യുദ്ധം ചെയ്യേണ്ടതെന്നുള്ള മെസ്സേജുകൾ ഞാൻ ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. സത്യവചനത്തിന് വേണ്ടി നിന്നുകൊണ്ട് പ്രാർത്ഥനയിൽ പോരാടുന്ന പോരാളികളായവർ ദൈവത്തിന് വേണ്ടി ഈ നാളുകളിൽ എഴുന്നേൽക്കുവാൻ തയ്യാറാകട്ടെ. അപ്പം ഞാൻ അവിടെ കാവൽക്കാരെയാക്കി എന്നുള്ളതാണ്. അടുത്തത് നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ ചുമട്ടുകാർ ക്ഷീണിച്ചു പോകുന്നു. ഞാൻ ആ ഭാഗം എല്ലാം ഞാൻ പറയുന്നില്ല. പക്ഷേ ഞാൻ വളരെ വേഗത്തിൽ ഈ ഒരു കാര്യത്തിൻ്റെ അകത്തേക്ക് ഞാൻ വരുമ്പോൾ വളരെ വേഗത്തിൽ ഷോർട്ടായിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം. ചുമട്ടുകാർ ക്ഷീണിച്ചു, ജനമെല്ലാം ക്ഷീണിച്ചപ്പോൾ കുളിക്കുന്ന സമയത്തു കൂടെ ആയുധം വെച്ചുകൊണ്ട് കുറെ പേര് ജോലി ചെയ്യുമ്പോൾ മറ്റു ചിലർ കാവൽ കാത്തു നിന്നുകൊണ്ട് ദൈവം അവരെ ഏൽപ്പിച്ച ദൗത്യം പൂർത്തീകരിക്കുവാൻ അവർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. രണ്ടാമത്തേത്, ചിതറിക്കിടക്കുന്ന ചില അവസ്ഥകൾ അവരുടെ ജീവിതത്തിന്റെ അകത്തുണ്ടായിരുന്നു. 4:19 വരുമ്പോൾ അവിടെ പറയുകയാണ്, വേല വിശാലമായതുകൊണ്ട് തന്നെ മതിലിന്മേൽ നമ്മൾ ചിതറിക്കിടക്കാതെ ഒന്നിച്ചു കിടക്കുക. ചിതറിപ്പോയ ബന്ധങ്ങൾ, ചിതറിപ്പോയ ആത്മീക അനുഭവങ്ങൾ, കുടുംബത്തിൻ്റെ അകത്ത് ചിതറലുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, കുടുംബ ജീവിതത്തിൻ്റെ അകത്ത് ചിതറലുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, ആത്മീക കൂട്ടായ്മയിൽ ചിതറലുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, ആ ചിതറലുകൾ നല്ലതിനല്ല. അത് നമ്മുടെ പതനത്തിനിടയാക്കാതെ ഒന്നിച്ച് മുന്നേറാൻ തക്കവണ്ണം ഒരുമിക്കേണ്ടുന്ന നാളുകൾ അടുത്തു വന്നുവെന്ന് നമ്മൾ മനസ്സിലാക്കുക. ഒന്നിച്ച് മുൻപോട്ട് പോവുക. അടുത്തത് 3-ാമത്തെ ഒരു ഭാഗത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഈ നെഹമ്യാവ് എന്ന് പറയുന്ന വ്യക്തി ദൈവസന്നിധിയിലെ തൻ്റെ ധൈര്യത്തെ ഉറക്കെ പ്രസ്താവിക്കുന്നുണ്ട്. എന്താണെന്നറിയാമോ? ദൈവമാണ് എന്നെ വിളിച്ചത്, ദൈവം പറഞ്ഞിട്ടാണ് ഞാനിത് തുടങ്ങിയത്. എൻ്റെ ദൈവമേ, എനിക്കിത് നന്മയ്ക്കായി കണക്കാക്കണമേ. അടുത്തത് 5:14 താൻ പറയുകയാണ്, അവിടെ അദ്ദേഹം പറയുന്ന ഒരു കാര്യം ശ്രദ്ധിക്കണം. അദ്ദേഹത്തെ ഒരു ദേശത്തിന്റെ ദേശാധിപതിയാക്കി വെച്ചപ്പോൾ 20-ാം ആണ്ട് മുതൽ 32-ാം ആണ്ട് വരെ, അതായത് 12 സംവത്സരം തനിക്കുള്ള അഹോവൃത്തി താൻ വാങ്ങിയില്ല. തനിക്ക് മുമ്പുള്ള പല ദേശാധിപതിമാരും ജനത്തിന് ഭാരമായിരുന്നപ്പോൾ ഇദ്ദേഹം പരമാർത്ഥതയോടെ പ്രതിഫലേച്ഛയില്ലാതെ അദ്ദേഹം പ്രവർത്തിച്ചുവെന്നാണ് കാണുന്നത്. പ്രിയപ്പെട്ടവരെ, സത്യസന്ധതയും വിശ്വസ്തതയും നമ്മുടെ ജീവിതത്തിന്റെ മുഖമുദ്രയായി മാറണം. ഒരിക്കലും പണത്തിന് വേണ്ടി ശുശ്രൂഷകളെയോ സുവിശേഷത്തെയോ നമ്മൾ വിൽക്കാൻ പാടില്ല. മറ്റുള്ളവരെ നമ്മൾ ചതിക്കാൻ പാടില്ല. നമ്മൾ സത്യസന്ധമായി, പരമാർത്ഥമായി, ആത്മാർത്ഥമായി നമ്മളൊരു കാര്യം ചെയ്താൽ അതിൻ്റെ പിന്നിലെ ഉദ്ദേശം ശരിയെങ്കിൽ ദൈവം തടസ്സങ്ങളെയെല്ലാം നീക്കി നല്ലതിലേക്ക് നമ്മളെ എത്തിക്കും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് നെഹമ്യാവിൻ്റെ ജീവിതവും അദ്ദേഹത്തിൻ്റെ ആ ശുശ്രൂഷകളും നമ്മൾ കാണുന്നത്. അങ്ങനെ മതിലിന്റെ പണി തീരുകയാണ്. 6-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ 52 ദിവസം കൊണ്ട് മതിൽ പണിതവർ ആ പണി തീർത്തു എന്നും അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഞാൻ പറയാം, ദൈവം ഒരു കാര്യം ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ തടസ്സങ്ങൾ വന്നാലും വിശ്വസ്തയോടെ, ആത്മാർത്ഥതയോടെ മുറുകെ പിടിച്ചുകൊണ്ട് അതിൽ മുൻപോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ, ഞാനെങ്കിൽ, ഉറപ്പായും ഏൽപ്പിച്ച ദൗത്യം പൂർത്തീകരിക്കുവാൻ നമുക്ക് കഴിയും എന്നുള്ളതിൻ്റെ തെളിവല്ലേ ഇത്? ഇതിൻ്റെ അകത്തുനിന്ന് ധാരാളം ആത്മീക ചിന്തകൾ ഇതിൻ്റെ അകത്തുനിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഒത്തിരി ആത്മീക ചിന്തകൾ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകും. ഈ ജനത്തിൻ്റെ ഇടയിലെ പ്രശ്നങ്ങൾ നമ്മളൊന്ന് പഠിച്ചാൽ
അങ്ങോട്ടും ഇങ്ങോട്ടും പലിശ വാങ്ങുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയുന്നത്, പാവം പിടിച്ച സാധാരണക്കാരായ ആളുകളുടെ സ്ഥലം പോലും പണയം വെച്ചിരിക്കുന്ന സാഹചര്യങ്ങളുണ്ട്. അപ്പൊ ഇതെല്ലാം തിരിച്ചറിഞ്ഞ നെഹമ്യാവ് പറഞ്ഞു, പാടില്ല പാടില്ല, നിങ്ങളതെല്ലാം ഇളച്ചു കൊടുക്കണം. അങ്ങനെ ഇളച്ചു കൊടുത്ത് എന്താ പറയുന്നത്, ഉറക്കം പോലും ചില നാളുകളിൽ ഇല്ലാതെ അവരായുധം അതേ വെച്ചുകൊണ്ട് പരസ്പര സഹകരണത്തോടെ പരസ്പരം ധൈര്യപ്പെടുത്തി ഉത്സാഹത്തോടെ അവരത് ചെയ്തപ്പോൾ ശത്രുക്കളെ നിന്ദിക്കുമാറ് ശത്രുക്കളുടെ മുമ്പിൽ എന്താ പറയുന്നത്, മേശ ഒരുക്കി എന്ന് നമ്മൾ കാണുന്നത് പോലെ ആ സാഹചര്യങ്ങൾക്കെല്ലാം അതീതമായി അത് പൂർത്തീകരിപ്പാൻ ദൈവം അവർക്ക് കൃപ കൊടുത്തു. ഞാൻ പറയട്ടെ, പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഒരു വ്യക്തിയും നമ്മുടെ ശത്രുക്കളല്ല. ഞാൻ സ്നേഹത്തോടെ ഞാൻ പറയാം, അനേക ദൈവദാസന്മാർ പ്രസംഗിക്കുമ്പോൾ, ദൈവവചനം കേൾക്കുമ്പോൾ അവർ പറയും, നിന്നെ നിന്ദിച്ചവരുടെ മുമ്പിൽ, നിന്റെ ശത്രുക്കളുടെ മുമ്പിൽ നിനക്ക് ദൈവം മേശ ഒരുക്കും. എനിക്കത് കേൾക്കുമ്പോൾ വളരെ വേദന ഉണ്ടാകാറുണ്ട്. പുതിയ നിയമത്തിൽ ആരാണ് ശത്രു? നമ്മളെ നിന്ദിക്കുകയും നമ്മളെ അപമാനിക്കുകയും ഒക്കെ ആരെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരിലൂടെ പിശാച് പ്രവർത്തിച്ചു എന്ന് മനസ്സിലാക്കുക. നമുക്ക് ആ വ്യക്തികളോടല്ല, അത് പുതിയ നിയമത്തിന്റെ പഠനമല്ലത്, അല്ലെങ്കിൽ പുതിയ നിയമത്തിന്റെ ടീച്ചിങ് അല്ലത്. അപ്പോസ്തലന്മാരാരും അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല. നിന്ദിച്ചവരുടെ മുമ്പിൽ, ശത്രുക്കളുടെ മുമ്പിൽ മേശ ഒരുക്കും. ഞാനിവിടെ ശത്രു എന്ന് ഉദ്ദേശിച്ചത് ഇരുളിന്റെ ശക്തികളെ തന്നെയാണ്, വ്യക്തികളെയോ മനുഷ്യരെയോ അല്ല. നെഹമ്യാവിന്റെ കാലത്ത് അതുണ്ടായിരുന്നെങ്കിലും ഈ ഒരു കാലത്ത് ദൈവരാജ്യത്തിനെതിരെയുള്ള ഏറ്റവും വലിയ ശത്രു പിശാചും അവന്റെ സൈന്യവുമാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ സ്നേഹത്തോടെ പറയാം, ആത്മീക ജീവിതത്തിന്റെ കെട്ടുപണിക്കായി നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ഇരുളിന്റെ ശക്തികൾ, ലോകത്തിന്റെ ശക്തികൾ നിങ്ങൾക്കെതിരെ ഉയർന്നു വരുമ്പോൾ, അതെ, യുദ്ധം ചെയ്യുക, കലക്കമുണ്ടാക്കുക, ഈ പദ്ധതികൾ അവന്റെ കയ്യിൽ ആയിരിക്കുമ്പോൾ പ്രാർത്ഥിക്കുക, കാവൽക്കാരെയാക്കുക, വിശ്വസ്തയോടെ നിൽക്കുക, ഉറപ്പോടെ ധൈര്യത്തോടെ മുൻപോട്ട് പോവുക. ഉറപ്പായും ദൈവം പറഞ്ഞിട്ടാണ് ഒരു കാര്യം തുടങ്ങിയതെങ്കിൽ അത് പൂർത്തീകരിക്കും. അത് പൂർത്തീകരിക്കാനുള്ള ബലം ദൈവം നമുക്ക് തരും. കർത്താവിൽ ആശ്രയിക്കാം, ദൈവത്തോട് ചേർന്ന് നിൽക്കാം. ഈ തിരുവചന സന്ദേശം നിങ്ങൾക്ക് ധൈര്യം പകരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വിശ്വസിക്കുന്നവരിൽ വ്യാപരിക്കുന്ന ഒരു ദൈവശക്തിയുണ്ട്. ആ ദൈവശക്തി ലോകത്തിന്റെ ഏത് രാജ്യങ്ങളിൽ ഇരുന്ന് നിങ്ങൾ ഈ തിരുവചന സന്ദേശം കേട്ടാലും അത് നിങ്ങൾക്ക് ബലവും ശക്തിയുമായി മാറി ആത്മീയ ജീവിതം പണിയുവാനും ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ മുൻപോട്ട് പോകുവാനും സർവ്വകൃപാലുവായ ദൈവം നിങ്ങൾക്ക് കൃപ നൽകട്ടെ. ആമേൻ.